ഹേ ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് PCSX2ൻ്റെ ഒരു ഡെമോയാണ്. നമ്മളിവിടെ ഒരു ഗെയിം ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PCSX2 എങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PCSX2 ലിനക്സ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ സോഫ്റ്റ്വെയർ മാനേജർ വഴി കിട്ടും. ലിനക്സ് മിൻറ്റ്, ഉബുണ്ടു പോലെയുള്ള സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സോഫ്റ്റ്വെയർ മാനേജറിൽ പോകാൻ സെർച്ച് ചെയ്യുക. വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗസർ വഴി പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. റിലയബിൾ സോഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒഫീഷ്യൽ PCSX2ൻ്റെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PS2ൻ്റെ ഏറ്റവും വലിയ ഹേർഡിൽ അല്ലെങ്കിൽ സെറ്റപ്പിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബയോസ് ഫയൽസ് വേണം. ബയോസ് ഫയൽസ് നമ്മൾക്ക് സെപ്പറേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഗെയിം മാത്രം ഡൗൺലോഡ് ചെയ്താൽ പോരാ, നമ്മൾ ബയോസ് ഫയൽ ഒരു വൺ ടൈം ഡൗൺലോഡ് പോലെ ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നമുക്ക് ബയോസിൻ്റെ ഒരു ഡൗൺലോഡിങ് സെഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മളതാ ചെയ്യാൻ പോകുന്നത്. ബയോസ് നിങ്ങൾക്ക് US ബയോസ് പാക്കെന്നോ അല്ലെങ്കിൽ PS2 ബയോസ് പാക്കെന്നോ ഒക്കെ നമുക്ക് പോയി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ഏത് ക്രോമോ മോസില്ലയോ ഏതെങ്കിലും പോയിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് US പാക്കായിരിക്കും കൂടുതലും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഗെയിംസിൻ്റെ റീജിയൻ വൈസ് ആയിട്ടാണ് ഓരോ PS2 ഗെയിംസ് നമ്മൾ നോക്കുക. US, കൊറിയ, ജപ്പാൻ അങ്ങനെ പല റീജിയൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് USൻ്റെ റീജിയനുള്ള ഗെയിമിന് USൻ്റെ ബയോസ് പാക്ക് തന്നെ വേണം. അപ്പം നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ പോയിട്ട് നിങ്ങൾ ഏത് ഗെയിമാണ് ഡൗൺലോഡ് ചെയ്യണത് അതിൻ്റെ റീജിയൻ ഒബ്സർവ് ചെയ്യുക. ആ റീജിയൻ അനുസരിച്ചുള്ള ബയോസ് പാക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഈ കാണുന്നതാണ് നമ്മളുടെ ബയോസ് ഫയൽസ്. ACPH വെച്ച് തുടങ്ങുന്ന എന്ത് ഗെയിം ഫയൽ നെയിമും ബയോസ് ഫയലാണ്. ഉണ്ടോ? _USA. നമുക്കിവിടെ 4 ടൈപ്പ് ബയോസ് ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്കെച്ച് വെബ്സൈറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ട്. ഞാൻ ഇതിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള സ്റ്റെപ്പ് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരു ഫയൽ ഡയറക്ടറിയിൽ നമുക്ക് PS2 BIOS USA സിപ്പ് ഫയലായിട്ടാണ് നമുക്ക് ആ ബയോസ് ഡൗൺലോഡായി വരിക. നമ്മൾ ആ സിപ്പ് ഫോൾഡറിനെ അവിടെ വെച്ച് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ PS2 BIOS USA എന്നിട്ടൊരു ഫോൾഡറായിട്ട് നമുക്കവിടെ കിട്ടും. നമ്മളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് എൻ്റർ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ PS2 BIOS USA എന്നിട്ട് 2 സബ് ഫോൾഡേഴ്സ് ഉണ്ട്. ഈ ഫയലുകളൊക്കെ നമ്മളുടെ ബയോസ് ഫയലാണ്. ഏറ്റവും അവസാനം കിടക്കുന്നതാണ് ഗെയിം ഫയൽ, ISO ഇമേജ്, CD ഇമേജ്. അവിടെ പോയിട്ട് കണ്ട ഈ സബ് ഫോൾഡേഴ്സിലെല്ലാം പിന്നെയും നമ്മളുടെ ബയോസ് ഫയൽസ് ഉള്ള. നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ഓരോ സബ് ഫോൾഡർ എടുത്തിട്ട് എല്ലാ ബയോസ് ഫയൽസും, അതങ്ങനെ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് ചെയ്യാം, ഫുള്ളായിട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഈ മെയിൻ സബ് ഫോൾഡറിൽ വന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. തൊട്ട് മുകളിലുള്ള മെയിൻ സബ് ഫോൾഡറിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഗെയിം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എക്സ്ട്രാക്റ്റഡ് ഗെയിം സിപ്പ് ഫയലല്ല, നമ്മൾ ഗെയിമും സിപ്പ് ഫയലായിട്ട് തന്നെ കിട്ടുക. നമ്മളത് ഈ ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ മെയിൻ സെറ്റപ്പ് കഴിഞ്ഞു, മെയിൻ ഹേർഡിൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഗെയിമിൻ്റെ ഉള്ളിലുള്ള ബേസിക് കസ്റ്റമൈസേഷൻസ് നമുക്ക് എങ്ങനെയാണ് അത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. രണ്ടാമത് നമുക്ക് റീ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇതിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്, പക്ഷെ അത് ചിലപ്പോൾ മുന്നത്തെ സ്റ്റക്കായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്ക്രീനായിരിക്കാം. അതുകൊണ്ട് നമുക്കത് എടുത്ത് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇതെടുത്തു, ക്ലിക്ക് ചെയ്താൽ മതി, തന്നെ ഓപ്പൺ ആയിക്കോളും. ഇനി നമ്മൾ ഗെയിമിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻ ടൂറിസ്മോ 4 നല്ലൊരു റേസിംഗ് സിമ്മാണ്. നിങ്ങളിപ്പോൾ കൺസോൾ ഗെയിംസ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, സിമുലേഷൻ ഗെയിംസ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഗ്രാൻ ടൂറിസ്മോ 4. ഇത് മൊബൈലിലും കളിക്കാം, ലാപ്പിലും കളിക്കാം,
പിന്നെ നമുക്കിപ്പോൾ PS2 കൺസോൾസ് ഒന്നും അത്ര കിട്ടും. പക്ഷേ റൈറ്റ് നൗ മാർക്കറ്റിൽ അത് അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പം നമുക്ക് നമ്മുടെ ലാപ്ടോപ്പും നമുക്കൊരു ഒരു ഒരു 600 or 700 റുപ്പീസ് ഉണ്ടെങ്കിൽ സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു ഗെയിം കൺട്രോളർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഒരു PS2 കളിക്കുന്ന പോലെ തന്നെ. സോ റൈറ്റ് നൗ വി ആർ ഇൻ ദ ഗ്രാഫിക്സ് വിൻഡോ. നമ്മളിത് കസ്റ്റമൈസ് ചെയ്യാൻ പോവാണ്. ഇതിൽ നമുക്ക് ഗ്രാഫിക്സ് വിൻഡോയിൽ നമുക്ക് പല നേറ്റീവ് ഇൻറ്റേർണൽ സൊല്യൂഷൻസ് ഉണ്ട്. 2x ഉണ്ട്, 3x ഉണ്ട്. ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം. ഗ്രാഫിക്സ് ഓക്കെ, ഇതാണ് ഗ്രാഫിക്സ്. ഇതിൽ 2x നേറ്റീവ് വർക്ക് സ്റ്റേഷൻ ലാപ്ടോപ്പുകളിലാണ് ബെറ്റർ. കാരണം 10x നേറ്റീവ് 8x നേറ്റീവ് ഒക്കെ ചിലപ്പോൾ ഹൈ എൻഡ് ലാപ്ടോപ്സിൽ വർക്കാവും. വർക്ക് സ്റ്റേഷൻ ലാപ്ടോപ്പുകളിലൊക്കെ 2x നേറ്റീവ് ആണ് ബെറ്റർ. ചിലപ്പോൾ എൻ്റെ ഈ കറണ്ട് സെറ്റപ്പിൽ 2x നേറ്റീവ് ആണ് സ്മൂത്തായിട്ട് വർക്ക് ആവത്തുള്ളൂ. 60 to 50 FPS നമുക്കതിൽ സ്മൂത്തായിട്ട് കിട്ടും. ഇനി കൺട്രോളർ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കീബോർഡ് വെച്ച് നമുക്ക് പ്ലേ ചെയ്യാം. കൺട്രോളർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു PS2 ഫീൽ കിട്ടും. കൺട്രോളേഴ്സിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വയേർഡ് കൺട്രോളർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി മാപ്പാവും. അതുകൊണ്ട് ഓട്ടോമാറ്റിക് മാപ്പിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന PS2 ലേഔട്ടിലുള്ള കൺട്രോളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് മാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സെയിം ബട്ടൺ ലേഔട്ട് തന്നെയാണ് അതിനുണ്ടാവുക. ഓട്ടോമാറ്റിക്കലി എല്ലാം സെറ്റായിട്ടായിരിക്കും വരിക. ഇതിൽ നമ്മൾ അടുത്തത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് വൈബ്രേഷൻ ഫീഡ്ബാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് റെഡി ആക്കുന്നതിനാണ് പറഞ്ഞുതരാം. സെറ്റിങ്സിലോട്ട് പോകണം. ഇതിൻ്റെ തന്നെ കൺട്രോളർ പോർട്ട് 2 സെറ്റിങ്സിലോട്ട് പോകണം. അല്ലെങ്കിൽ പോർട്ട് 1 ആയാലും നിങ്ങൾ ഏത് പോർട്ടിലാണോ കൊടുത്തത് ആ പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ 2 പോർട്ടും ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. 200% കൊടുക്കുമ്പോൾ ശരിക്കും നമ്മൾ വെഹിക്കിൾ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ടയർ സ്കിഡ് ആകുമ്പോൾ ഒക്കെ നമുക്ക് വൈബ്രേഷൻ ഫീൽ ആവും. അതുകൊണ്ട് നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തരുന്നൊരു സെറ്റപ്പാണ്. നമുക്ക് 100% തന്നെ അത്യാവശ്യം നല്ലതുണ്ട്, നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും. 200ൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 150 ഒക്കെ ഇടാം. നമുക്ക് ആ ഒരു എപ്പോഴും ഒരു എൻഗേജിങ് ഫീൽ കിട്ടുന്നത്. നമുക്ക് ആ ഒരു കാറിൻ്റെ ആ ഒരു ഗ്രിപ്പും അല്ലെങ്കിൽ ആ ഒരു സ്കിഡിങ്ങും ആ ഒരു ബ്രേക്കിങ്ങും സർഫസ് ചേഞ്ചൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക എന്തൂസിയാസ്റ്റുകൾ. നല്ലൊരു സെറ്റപ്പാണ്, നല്ലൊരു ഗെയിമാണ്, നല്ലൊരു കൺസോൾ എമുലേറ്ററാണ്. സോ വി വിൽ ബി കമ്മിങ് വിത്ത് അനദർ വീഡിയോ സൂൺ. ടേക്ക് കെയർ. ബൈ ബൈ.